ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറേ പേർക്ക് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് പേർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൻ്റെ ഒപ്പം തന്നെ നീറ്റ് പ്രിപ്പറേഷനും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരും എന്നുള്ളത്, ഒരു ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സ്റ്റഡി ടൈം ടേബിൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടാകും, കിട്ടുന്നുണ്ടാകും. അപ്പം എല്ലാവർക്കും ഇപ്പം ആ ഒരു പ്ലാൻ അനുസരിച്ച് പോകാൻ പറ്റണമെന്നില്ല. അപ്പം എനിക്ക് തോന്നിയ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് വന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു വർഷം എന്നൊക്കെ പറയുന്നത് ബോർഡ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നല്ല ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്, നീറ്റ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസ് നല്ല ഡിഫിക്കൽട്ടാണ്. അപ്പോൾ രണ്ടിനും നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആദ്യം മുതലേ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാന നിമിഷം ടെൻഷൻ അടിക്കേണ്ടി വരില്ല, ഒരുപാട് പെൻഡിങ് വരില്ല. പിന്നെ ഇപ്പോൾ ബോർഡ്സിന് നല്ലപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല, സ്കൂളിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നീറ്റിന് എനിക്ക് ഒട്ടും നോക്കാൻ പറ്റില്ല എന്നൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട വരില്ല. അങ്ങനെ നല്ലൊരു പ്ലാനോടെ കൂടെ ആദ്യമേ പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 മാസം സമയമുള്ളൂ ഇനി നീറ്റ് എക്സാമിന്. ഈ 10 months കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നമ്മുടെ നീറ്റും ക്ലിയർ ചെയ്യാം, ബോർഡ് എക്സാമിന് നമുക്ക് നല്ല മാർക്ക് മേടിക്കാം. അപ്പോൾ നമുക്ക് ഒരു ഡെയിലി റുട്ടീനിലേക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ ടൈമിംഗ് ഞാൻ മനസ്സിലാക്കുന്നത് മോർണിംഗ് 9 മുതൽ ഈവനിങ് ഒരു 4:30 ഒരു 5 o'clock വരെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 9 to 5 ആയിരിക്കണം നിങ്ങളുടെ സ്കൂൾ ടൈം. അങ്ങനെയാണെങ്കിൽ അത് ചിലർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ടൈം ടേബിളിനെ മാറ്റാം. നിങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് എണീക്കാൻ ശ്രമിക്കുക. എത്രയും നേരത്തെ എണീക്കുന്നത്, എത്രയും നിങ്ങളുടെ ഏർലി മോർണിംഗ് അവേഴ്സിൽ നിങ്ങൾ എണീക്കുന്നതും പഠിക്കുന്നതും ആക്ടിവിറ്റീസ് ചെയ്യുന്നതും നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും വളരെ നല്ലതാണ്. അപ്പോൾ 6 മണിക്ക് എണീക്കുന്നു, നമ്മൾ മോർണിംഗ് റിഫ്രഷ് ഒക്കെ ചെയ്ത് മോർണിംഗ് റുട്ടീനൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഒരു 6:30 ആകുമ്പോഴേക്കും നമ്മൾ ഒന്ന് ഈ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ എണീറ്റ് ബ്രഷ് ചെയ്ത് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ഒരുപാട് നിങ്ങളുടെ ഡേ ഭയങ്കര ഫ്രഷ് ആക്കാനും നല്ല രീതിയിൽ ചിന്തിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറക്കേണ്ട ആവശ്യമില്ല. ആ റൂമിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ തലേദിവസം രാത്രി നമ്മൾ ചെയ്തു വെച്ച ടോപ്പിക്സോ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സ്കൂളിലെ എന്തെങ്കിലും വർക്ക് നമുക്ക് നോക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അത് നോക്കുക. ഒരു 6:30 to 7 വരെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. സ്കൂളിലെ ഹോംവർക്കോ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട് അത് ചെയ്യുക. എന്നിട്ട് ഒരു 7 o'clock ആകുമ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. 7-7:30 ആ ഒരു സമയത്ത് കഴിക്കുക. അതിനുശേഷം സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുക. ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ അപ്പം മോർണിംഗിൽ ഞാൻ പറയുന്നത് ഒരു 6:30 to 7 അല്ലെങ്കിൽ 6:30 to 7:30 വരെ ഒരു 1 hour നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. സ്കൂൾ വർക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, പെൻഡിങ് ഉണ്ടെങ്കിൽ, റെക്കോർഡ് വർക്കോ ഹോംവർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മോർണിംഗ് ടൈമിലാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ മോർണിംഗ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഓക്കെ, 6:30 to 7:30 രാവിലത്തെ സമയത്ത് നമ്മൾ സ്കൂൾ വർക്ക് ചെയ്യുന്നു. അത് നിങ്ങൾ എണീറ്റ പാടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ട, നിങ്ങളുടെ റുട്ടീനൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ റെക്കോർഡ് വർക്ക് ആവാം, സ്കൂളിലെ ഹോംവർക്ക് ആവാം, ഈ കാര്യങ്ങളൊക്കെ ആ മോർണിംഗ് അവറിൽ ചെയ്യുന്നു. തലേ ദിവസം നമ്മൾ സ്കൂളിലേക്ക് നോക്കി വെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. സ്കൂളിലെ ഒരു വർക്കും നിങ്ങൾക്ക് പെൻഡിങ് ഇല്ലെങ്കിൽ, സ്കൂൾ വർക്ക് ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണോ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയിൽ നിങ്ങൾക്ക് നീറ്റിന് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഏത് സബ്ജക്റ്റ് ആണോ, ഇപ്പോൾ ബയോളജി ആയിരിക്കും മിക്കവർക്കും ഇഷ്ടം ചെയ്യാൻ, ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. NCERT വായിക്കാം, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത്, മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് ആ സമയം ചിലവഴിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു. പിന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ സ്കൂളിലാണ്. സ്കൂളിൽ നമ്മൾ ചെയ്യേണ്ടത്, സ്കൂളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനീഷ്യലി ഒന്നും നമുക്ക് ഫ്രീ അവർ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഫ്രീ അവർ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് വർക്കോ ഹോം വർക്കോ പെൻഡിങ് വർക്കോ സ്കൂൾ വർക്കുകൾ ഉണ്ടെങ്കിൽ അത് സ്കൂളിൽ നിന്ന് തന്നെ ചെയ്യാൻ നോക്കുക. ഇനി ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അധികം ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വർക്കുകൾ വരും. അപ്പോൾ സ്കൂളിലെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ എന്തെങ്കിലും ടീച്ചേഴ്സ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറഞ്ഞു, ഒരു പ്രോജക്റ്റ് വർക്ക് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു, ഒരു അസൈൻമെൻറ്റ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനുള്ള റിസർച്ച് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. ഗൂഗിളൊക്കെ നോക്കി അങ്ങനെ റെഫറൻസ് നമുക്ക് ചെയ്യാം. പക്ഷേ അത് എഴുതുന്നതും ചെയ്യുന്നതും സ്കൂൾ അവേഴ്സിൽ തന്നെ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. പറ്റുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഇതുണ്ടാക്കാം. അപ്പോൾ 9 to 5 നമ്മൾ സ്കൂളിലാണ്. സ്കൂളിൽ പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ ഉണ്ടാകും സയൻസ് സ്റ്റുഡൻസിന് അല്ലേ. അപ്പോൾ ആ അവേഴ്സിലൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ റെക്കോർഡ് വർക്കും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ നമുക്ക് ഈവനിങ് ഒരു 5 o'clock ആകുമ്പോഴേക്കും സ്കൂൾ കഴിയുന്നു. നമ്മൾ ഒരു 6 ആകുമ്പോൾ വീട്ടിലെത്തുന്നു. ഒരു 6 to 6:30 നമ്മൾ ഫ്രഷ് ആവാനും ചായ കുടിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ഒരു സമയം എടുക്കുക. പിന്നെ എന്താണ് 6:30 to 7 ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, ഇറ്റ്സ് ബിക്കോസ് യു ഹാവ് ടു spend time with your family. That is very important at this point. അപ്പോൾ 6:30 to 7:30 നമ്മൾ നമ്മുടെ വീട്ടുകാരോട് സംസാരിക്കാനും, ഫ്രണ്ട്സിനെ വിളിച്ച് ഫോണിൽ സംസാരിക്കാനല്ല മിസ് പറയുന്നത്, വീട്ടുകാരോട് വീട്ടിലുള്ളവരോടൊക്കെ സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും. പിന്നെ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ ആ സമയം വർക്കൗട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഉടനെ നിങ്ങളുടെ വർക്കൗട്ടിന് പോവുക, അല്ലെങ്കിൽ റണ്ണിന് പോവുക, പുറത്ത് കളിക്കാൻ പോവുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന മക്കളാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്.
വൺസ് യു കം ബാക്ക് ഫ്രം ദാറ്റ് ഒരു 7 ആകുമ്പോഴേക്ക് നമ്മൾ ഫ്രീ ആവണം, മാക്സിമം 7:30, കാരണം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങും. അപ്പോൾ തിരിച്ചു വന്നൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ സൂപ്പർ കിങ്സ് ബാച്ചിൻ്റെ ക്ലാസ്സസ് കാണാനിരിക്കുകയാണ്. ഈ സൂപ്പർ കിങ്സിൻ്റെ ക്ലാസ് നേരത്തെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു 7 ആകുമ്പോഴേക്കും ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഒരു 7:30 ആകുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ക്ലാസ് ചില ദിവസം നമുക്ക് നേരത്തെ കഴിയും, അല്ലെ, ചില ദിവസം 10 വരെയൊക്കെ ക്ലാസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ കഴിക്കുക. അപ്പോൾ സെയിം നിങ്ങൾ ഒരു 7:30 to 9 വരെ നിങ്ങൾ ക്ലാസ് കണ്ടു, 9:30 വരെ അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ് കണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ ഡിന്നർ കഴിക്കുക. ഡിന്നർ കഴിഞ്ഞ് ഒരു 20 മിനിറ്റ്സ് പുറത്ത് നടക്കാൻ പോവോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1 hour സ്ലോട്ട് എടുക്കാം. ഇപ്പം 9:30ക്ക് നിങ്ങൾ ഫ്രീ ആയി, ഫുഡൊക്കെ കഴിച്ചു, 10 മുതൽ നിങ്ങൾ ഒരു 10 to 11:30 ഒരു 1.5 hour നമുക്ക് സമയമുണ്ട്. ആ 10 o'clock മുതൽ 11:30 വരെയുള്ള സമയത്ത് നമ്മൾ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകണം. കാരണം നിങ്ങൾ ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തു, മാക്സിമം ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ കോൺസെപ്റ്റൊക്കെ പഠിച്ചു, ഓക്കെ. അന്ന് പഠിച്ച ആ ഒരു ടോപ്പിക്ക്, നമ്മൾ എന്ത് പഠിച്ചോ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 1.5 മണിക്കൂർ സ്ലോട്ടിലാണ്. അപ്പം ഈ 1.5 മണിക്കൂറിനെ നമ്മൾ 3 തിരിക്കും, 30. ആദ്യത്തെ 30 മിനിറ്റ്സ് നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ എന്ത് പഠിച്ചോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അടുത്ത 30 മിനിറ്റ്സിൽ നമ്മൾ അടുത്ത ദിവസം എന്ത് ക്ലാസ് ആണോ നിങ്ങൾക്കുള്ളത് അതിൻ്റെ വീഡിയോ, പേൾ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് 1.5x സ്പീഡിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം. ചിലർക്ക് സമയം എടുത്ത് കാണണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആ സമയം യൂസ് ചെയ്യാം. അടുത്ത ഒരു 30 മിനിറ്റ്സിൽ നിങ്ങൾ NCERT റീഡിങ്ങിന് വേണ്ടി നിർബന്ധമായിട്ടും, നിങ്ങൾ അന്ന് പഠിച്ച ടോപ്പിക് ആവാം അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ കാണാൻ പോകുന്ന ക്ലാസ്സിൻ്റെ ടോപ്പിക് ആവാം, നിർബന്ധമായിട്ട് നിങ്ങൾ NCERT വായിച്ചിരിക്കണം. അത് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ NCERT വായിക്കാനും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു 11:15 ആകുമ്പോഴേക്ക് നമ്മൾ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മൾ അടുത്ത ദിവസത്തേക്കുള്ള ടാസ്ക് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ അടുത്ത ദിവസം പഠിക്കാൻ പോകുന്നത്. രാവിലെ നമ്മൾ സ്കൂൾ വർക്ക് ചെയ്യും, വൈകിട്ട് വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് നീറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, നിങ്ങൾ നല്ലൊരു പ്ലാനോട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ 11:30 ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഉറങ്ങാൻ പോവാം. എന്നിട്ട് രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോൾ എണീക്കുക. ഈ മിക്സ് പറഞ്ഞ ഈ റുട്ടീൻ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. നല്ല ഉറക്കവും കിട്ടും, ഒരു പ്രശ്നവും ഇല്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് പെൻഡിങ്ങും വരില്ല. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ബോധം ഉണ്ടാകും. നല്ല രീതിയിൽ നിങ്ങൾ ഈ റുട്ടീനിൽ അങ്ങ് സെറ്റായി പോയിക്കോളും. പിന്നെ ഇടയ്ക്ക് പരീക്ഷയൊക്കെ, സ്കൂളിൽ എക്സാം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വൈകുന്നേരത്തെ സമയങ്ങളിൽ ഒരു സ്കൂൾ എക്സാമിന് വേണ്ടി പഠിക്കാൻ കുറച്ച് സമയം എടുക്കുക. ഇങ്ങനെ ഈ ഒരു പ്ലാനോട് കൂടി പോയാൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ, ടൈം ടേബിൾ യൂസ്ഫുള്ളായി എല്ലാവരും കമൻസിൽ അറിയിക്കുക. നിങ്ങൾ പിന്നെ ഇത് നോക്കിയിട്ട് നിങ്ങൾക്കൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു ഡെയിലി ടൈം ടേബിൾ എന്ത് ചെയ്യണം എന്നുള്ള സീരിയസ് ആസ്പിറൻസ് അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ആ ടൈം ടേബിൾ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരാം. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ മിസ് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ സ്കൂളിനൊപ്പം തന്നെ നമ്മുടെ നീറ്റ് നമുക്ക് അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ, നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് നമ്മൾ സമയം എടുത്ത് പഠിക്കാൻ പോവാണ്. ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാതെ മാത്രം മക്കളെ ചെയ്താൽ മതി. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ കമൻറ്റ്സ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും കേട്ടോ. സോ വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.